എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. അഥവാ വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുമ്പോൾ ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇവിടെ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പാലെന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലാണ് വരുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഫ്രഷ് ക്രീം, കുറച്ച് പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ്. ഈ 3 സാധനങ്ങളും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് ഫ്രഷ് ക്രീമുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ച് കുറുകി വരണം. മധുരം കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടണം. കുറച്ച് തിക്കായി വരുമ്പോഴേക്ക് തീ ഓഫ് ചെയ്യാം. അടുപ്പത്തു നിന്ന് മാറ്റി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുവിധം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.